അയ്യോ കാട്ടിലിട്ട് ഗൈസ്. ഇത് ഓടിക്കാൻ മരണ ഫണ്ണാണ് കേട്ടോ. കൊടുങ്കാടിലൂടെ മരങ്ങളുടെ ഇടയിൽ കൂടി അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാ എഞ്ചിൻ തവിട് പൊടി. അക്രമം കൂടിപ്പോയി ഗൈസ്. സ്പ്രിങ് പൊട്ടി. പിന്നെ സ്ലിപ്പ് ആൻഡ് ക്ലച്ച് ഉണ്ട് കണ്ടോ. റിയർ വീൽ ചെറുതായിട്ട് ലോക്ക് അപ്പം തന്നെ വിട്ടുപിടിച്ച ആ പൊട്ടി പൊളിഞ്ഞ റോഡ് സീനില്ല. ഫുൾ ത്രോട്ടിൽ ഇതേ ക്ലച്ച് പിടിക്കാണ്ട് അപ്ഷ 6 ഡൗൺ ഷോട്ട്. വെൽക്കം ബാക്ക് ഗൈസ്. ഇന്ന് നമ്മളപ്പോൾ ദ ബ്രാൻഡ് ന്യൂ KTM 390 എൻഡ്യൂറോ R ആണ് കേട്ടോ. ഒരു ബ്യൂട്ടിഫുൾ അക്രമം മോട്ടോർ സൈക്കിളിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും പ്രത്യേകതയൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം. സോ നമുക്ക് ഫ്രണ്ടിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നോക്കുക, പ്രോപ്പർ എൻഡ്യൂറോ ടൈപ്പ് ഹെഡ്ലൈറ്റ് ഒക്കെ ഉണ്ട് കൊടുത്തത്. ആ 690 ഹെഡ്ലൈറ്റ് സിമിലർ ആയിട്ടുള്ള ഹെഡ്ലൈറ്റ് കൊടുത്തത് ഉണ്ട്. LED DRലും കൊടുത്തിട്ട്, ഫ്രോസ്റ്റഡ് DRലും കൊടുത്തിട്ട്, ബാക്കി LED ലൈറ്റ്സ് ആണ്. പിന്നെ പുതിയ അഡ്വഞ്ചറിൽ വരുന്ന പോലെ ആ 4 LED ഇൻഡിക്കേറ്റേഴ്സ് സെറ്റപ്പ് ഒക്കെ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ആ റേസ്ഡ് ഫെൻഡർ കണ്ടില്ല, അഡ്വഞ്ചർ 390 S പോലെ സിമിലർ ആയിട്ടുള്ള സെറ്റപ്പ് കൊടുത്തത്. ആ കേർവ്ഡ് റേഡിയേറ്റർ കണ്ടോ, കൂടുതൽ സർഫസ് ഏരിയ കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തരം കേർവ്ഡ് റേഡിയേറ്റർ ഉപയോഗിക്കുന്നത്. 2 ഫാനും കൊടുത്തത്, ലെഫ്റ്റ് സൈഡിലൊരു ഫാൻ ഉണ്ട്, റൈറ്റ് സൈഡ് ട്വിൻ ഫാൻ കൂളിംഗ് ഒക്കെ കൊടുത്തിരിക്കുന്നു കേട്ടോ. പിന്നെ നമുക്ക് 43 mm അപ്പ് സൈഡ് ഓൺ 4K കൊടുത്തിരിക്കുന്നത്. WP അപ്പെക്സ് ഓപ്പൺ കാറ്ററിജ് ആണ് കൊടുത്തിരിക്കുന്നത്. അതൊക്കെ കൊള്ളാം. പക്ഷേ അഡ്വഞ്ചർ 390 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഡിസ്ക് റോട്ടർ സൈസ് 285 mm ഡിസ്ക് റോട്ടറാണ്, ചെറിയ ഡിസ്ക് റോട്ടർ കൊടുത്തത്. പിന്നെ അഡ്വഞ്ചർ 390 S പോലെ ഫ്ലോട്ടിംഗ് ഡിസ്ക് റോട്ടർ ഒന്നും കേട്ടോ, നോർമൽ ഡിസ്ക് റോട്ടറാണ് കൊടുത്തത്. സൈസും കൊടുത്തത് 285 mm ഡിസ്ക് റോട്ടറാണ് കൊടുത്തത്. പിന്നെ അഡ്വഞ്ചർ 390 S പോലെ ട്യൂബ്ലെസ് സ്പോക്ക് വീൽ കേട്ടോ, ഇത് ട്യൂബ് ടൈപ്പ് വീലാണ് കണ്ടില്ല. ആ വാൽസിനാണ് ട്യൂബ്സ് ആണ് ഇതിൻ്റെ ഉള്ളിൽ കൊടുത്തത്. പഞ്ചറായ പെട്ടെന്ന് എയർ ലീക്ക് ആവുന്നുണ്ട്. അതിൻ്റെ റീസൺ ഇത് കുറച്ചുകൂടി അക്രമം കാണിക്കുന്ന മോട്ടോർസ് ഓഫ് റോഡിലൊക്കെ പോയിട്ട് ലോ ടയർ പ്രഷർ ജമ്പൊക്കെ എടുത്ത് ലാൻഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ റിമ്മൊക്കെ ബെൻഡ് ട്യൂബ്ലെസ് ടയറാണ് എയർ ലീക്കേജ് സംഭവിക്കുക. അവിടെ നിന്ന് ഈ ടയർ ബീൻ്റെ അവിടെ നിന്ന് എയർ ലീക്കേജ് സംഭവിക്കുക. അഡ്വഞ്ചർ മോട്ടോർ അത്രമാത്രം ഓഫ് റോഡല്ലോ, ഇത് കുറച്ചുകൂടി ഓഫ് റോഡിങ് കേപ്പബിലിറ്റി ഉള്ള മോട്ടോർ സൈക്കിളാണ്. കുറച്ചും കൂടി ഓഫ് റോഡ് ഓടിക്കാൻ വേണ്ടിയുള്ള വണ്ടിയാണ്. അതുകൊണ്ട് കുറച്ചുകൂടി അവർക്കറിയാം ഡാമേജ് വരുമ്പോൾ എയർ ലീക്ക് വരും, അത് വരാണ്ടിരിക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പിനാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ കണ്ട ഒരു ആക്സിയൽ കാലിപ്പറൊക്കെ കൊടുത്താൽ, വൈബ്രേറ്റ് കാലിപ്പേഴ്സാണ് കൊടുത്താൽ. ഉള്ളിൽ സിൻഡേഡ് പാഡ്സ് ആണ്, ബെറ്റർ ബൈറ്റ് കിട്ടാൻ വേണ്ടി സിൻഡേഡ് പാഡ്സാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. കണ്ട സ്റ്റീൽ ബ്രേഡഡ് ലൈൻസ് ഒക്കെ ഉണ്ട്. ബ്രേക്കിംഗ് ഒക്കെ സെറ്റപ്പാണ്. ഇത് ഓടിച്ചിട്ട് ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇതിൻ്റെ മിറേഴ്സൊക്കെ ഊരി വെച്ചപ്പോൾ പ്രത്യേക ലുക്കല്ലേ, പ്രോപ്പർ എൻഡ്യൂറോ ലുക്കൊക്കെ ഓടിക്കാൻ എൻഡ്യൂറോ ആണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. പിന്നത്തെ മെയിൻ ഹൈലൈറ്റ് ഈ എഞ്ചിൻ തന്നെയാണ് കേട്ടോ. ആ LC4C എഞ്ചിനാണ് 390 അഡ്വഞ്ചർ S ഇത് സിമിലർ എഞ്ചിൻ തന്നെ കൊടുത്തത്. സിമിലർ TCU ട്യൂണിങ് വരെ കൊടുത്തേക്കുന്നത്. സ്പ്രോക്കറ്റിങ്ങിൽ മാത്രമാണ് ചേഞ്ച് കൊടുത്തത്. ഇത് 398cc ലിക്വിഡ് കൂൾ 4 വാൽവ് DOH ആണ്. ഏകദേശം 46 horse power 39 Nm ഓഫ് ടോർക്കാണ്. 0 to 100 അണ്ടർ 6 seconds അടിക്കുന്ന വണ്ടി കേട്ടോ. ഫാസ്റ്റ് ആക്സലറേറ്റിംഗ് ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ കൂടിയാണ്. അക്രമം കാണിക്കാൻ പറ്റിയ വണ്ടിയാണ്. ഇതിൻ്റെ വെയിറ്റ് തന്നെ ഏകദേശം 177 kgs ഉള്ളൂ കേട്ടോ. ഇത് കാണുമ്പോൾ ഒരു കുട്ടി വണ്ടി വലിക്കും, പക്ഷേ ഇതിന് വെയിറ്റ് ഉണ്ട് 177 kgs ഉണ്ട്. അഡ്വഞ്ചർ 390 S കാട്ടി 5 kg ലൈറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ മാത്രം ടാങ്ക് നോക്ക്, ടാങ്ക് 9 ലിറ്റർ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റിയുള്ള ടാങ്ക് ഒക്കെ ആണ് കൊടുത്തിരിക്കുന്നത്. അഡ്വഞ്ചർ 390 കുറച്ചൊരു വലിയ ടാങ്കാണ് കൊടുത്തത്, കുറച്ച് ബെറ്റർ ടൂറിങ് കേപ്പബിലിറ്റീസ് ഒക്കെ ഉള്ള മോട്ടോർസ്. ഇതിനൊരു കുട്ടി ടാങ്കാണ് കൊടുത്തത്. ഇത് എൻഡ്യൂറോ ആണല്ലോ, കുറച്ചും കൂടി എന്താ ആ പേർപ്പസ് നിങ്ങൾ മനസ്സിലാക്കി എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് കുറച്ചുകൂടി ഓഫ് റോഡാണ്. കുറച്ചൊക്കെ റോഡിലൂടെ ഓടിച്ചിട്ട് മെയിനായിട്ട് വലിയ ഓഫ് റോഡ് സ്ഥലത്ത് പോയിട്ട് ഓഫ് റോഡ് അക്രമം കാണിക്കാനുള്ള വണ്ടിയാണിത്. ഇതങ്ങനെ ടൂറിങ് അല്ലാതെ എവറി ഡേ യൂസ് കമ്മ്യൂട്ടിങ്ങിനുള്ള വണ്ടിയാണ്. അത് ചെയ്യാൻ പറ്റും, പക്ഷേ അതല്ല എൻ്റെ പേർപ്പസ്. കുറച്ചുകൂടി ഓഫ് റോഡിൽ പോയി അക്രമം കാണിക്കുക, അതാണ് ഫുൾ അക്രമം കാണിക്കേണ്ട ഒരു വണ്ടിയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഫുഡ് പാക്ക് ഉണ്ട്, അതിൻ്റെ മുകളിൽ റബ്ബർ പാഡിങ് ഉണ്ട്, അത് ഞാൻ റിമൂവ് ചെയ്ത് മാറ്റിയാൽ കുറച്ചുകൂടി ഗ്രിപ്പ് ഇട്ടുണ്ട്. ആ ക്ലോ ടൈപ്പ് ഉണ്ട്, അപ്പോൾ നമ്മൾ സ്ലഷിലൊക്കെ ഓടിക്കുവാണെന്ന് ആ ബൂട്ട്സ് ബെറ്റർ ഗ്രിപ്പിന് വേണ്ടിയിട്ട് കൊടുത്തത്. ഇതിൻ്റെ എക്സോസ്റ്റ് റൂട്ട് ചെയ്തിട്ടുണ്ട്, ഒരു അണ്ടർ ബെലി എക്സോസ്റ്റാണ് കൊടുത്തേക്കുന്നത്. മാത്രമല്ല അഡ്വഞ്ചർ 390 S വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഗ്രൗണ്ട് ക്ലിയറൻസും കൂട്ടിയുണ്ട്. ഏകദേശം 260 mm ഓഫ് ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. പിന്നെ പറയാൻ വിട്ടുപോയ കാര്യം എന്നാൽ പുറത്തുള്ള എൻഡ്യൂറോ R അല്ല കേട്ടോ, സസ്പെൻഷനിലൊക്കെ ചേഞ്ച് ഉണ്ട്. ഇത് ഇന്ത്യൻ സ്പെക് സസ്പെൻഷനാണ് കൊടുത്തേക്കുന്നത്. 390 S സിമിലർ സസ്പെൻഷൻ, ഫ്രണ്ടിൽ 200 mm ട്രാവൽ, ബാക്കിൽ 205 mm ട്രാവൽ കൊടുത്തത്. ഫ്രണ്ട് കണ്ടില്ലേ ഫുള്ളി അഡ്ജസ്റ്റബിൾ, എന്നാൽ പ്രീലോഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ലെഫ്റ്റ് സൈഡ് കംപ്രഷൻ, റൈറ്റ് സൈഡ് റീബൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എത്ര റേറ്റിൽ ഇത്, എത്ര സ്പീഡിൽ ഇത് ഫ്രണ്ട് കംപ്രസ് ചെയ്യുക, അത് റിലീസ് ചെയ്യാൻ റേറ്റും അതിൻ്റെ സ്പീഡ്, ആ സ്പീഡ് ഓഫ് ഡാമ്പിങ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മുടെ റൈഡിങ് സ്റ്റൈൽ അനുസരിച്ചിട്ട് ഈ സോഫ്റ്റാണ്, കുറച്ചൊന്ന് ഹാർഡർ സൈഡ്, അതിൻ്റെ റീബൗണ്ട് റേറ്റ് ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ അഡ്വഞ്ചർ വെച്ചുള്ള ഡിഫറൻസ് ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ്. 253 mm ഓഫ് ഗ്രൗണ്ട് ക്ലിയറൻസ്. ഗ്രൗണ്ട് ക്ലിയറൻസ് കുറച്ച് കൂടിയുണ്ട്, അതൊക്കെയാണ് വന്നിരിക്കുന്ന ചേഞ്ച് കേട്ടോ. പിന്നെ കുറേ പേര് പറയുന്ന കാര്യം ഈ അണ്ടർ ബെലി എക്സോസ്റ്റ് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അതിന് വാട്ടർ വെയിഡിങ് കപ്പാസിറ്റിയിൽ. പക്ഷേ എന്നാൽ അപ് ടു 300 mm വരെയൊക്കെ ഈ കണ്ട അപ് ടു ദാറ്റ് ക്രാഷ് കാർഡ് ലെവലൊക്കെ വരെ വണ്ടി ഓടിച്ചിട്ട് യാതൊരു സീനും, അങ്ങനെ വാട്ടർ ക്രോസിങ് ചെയ്ത് യാതൊരു പ്രശ്നം, ഓഫ് ആക്കാണ്ട് നിങ്ങൾ ഓടിച്ചതിന് യാതൊരു പ്രശ്നവും. ഇടയ്ക്ക് വെച്ച് ഓഫായി കഴിഞ്ഞാൽ
നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടി വരും. അത് മാത്രമേ ചെറിയ പ്രശ്നം വരുള്ളൂ. അതർ ദാൻ ദാറ്റ് ഒരു ഇഷ്യൂ ഇല്ലാത്തൊരു മോട്ടോർ സൈക്കിളാണ്. മാത്രമല്ല ക്വിക്ക് ഷിഫ്റ്ററും കൊടുത്തിട്ടുണ്ട്. അത് ക്ലച്ച് പിടിക്കേണ്ട അപ്പ് ഷിഫ്റ്റും ഡൗൺ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ചും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അഗ്രസീവായിട്ട് ഡൗൺ ഷിഫ്റ്റ് ചെയ്താൽ റിയർ വീൽ ലോക്കിംഗ് ഹോപ്പിംഗ് ഇല്ല. ഡുവൽ ചാനൽ ABS സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുക്കും. നല്ല സേഫ്റ്റി ഫീച്ചേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. ട്രാക്ഷൻ കൺട്രോളുണ്ട്. അതെല്ലാം നമുക്ക് ഓഫ് ആക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. അത് ഞാൻ പിന്നെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ റിയർ ഷോക്കും ഒക്കെ റീബൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം ഇത് സോഫ്റ്റ് ഹാർഡർ സെറ്റപ്പ് ഉണ്ടില്ല. അത് നമുക്ക് കുറച്ചുകൂടി ആ റേറ്റ് ഓഫ് റീബൗണ്ട് ഈ കമ്പർസെറ്റ് എക്സ്പാൻഡ് ചെയ്യുന്ന റേറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യും. പിന്നെ പ്രീലോഡ് അഡ്ജസ്റ്റബിലിറ്റിയും കൊടുത്തിട്ടുണ്ട്. ഈ ഷോക്ക് ഉണ്ട് ഓഫ് സെറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ കുറേ അഡ്വാൻറ്റേജ് നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ട് അതിൻ്റെ ചുരുക്കത്തിൽ പറയുന്നത് പറഞ്ഞാൽ ഇതിൻ്റെ സീറ്റായിട്ട് ലോവർ ചെയ്യാൻ പറ്റും. ഒരു ബിഗർ എയർ ബോക്സ് കൊടുക്കാൻ പറ്റും. അങ്ങനെ കുറേ ഫീച്ചേഴ്സ് കൊടുക്കാൻ പറ്റും. പിന്നെ ബനാന ടൈപ്പ് സ്വിംഗ് ആം കൊടുത്തിട്ടുണ്ട്. അഡ്വഞ്ചർ 3 കുറച്ചും കൂടി ഡിഫറൻസ് ഉള്ള സ്വിംഗ് ആമാണ് കേട്ടോ കൊടുത്തത്. കുറച്ചുകൂടി ലോങ്ങർ സ്വിംഗ് ആമാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ റിയലൊക്കെ 240mm ഡിസ്ക് റോട്ടർ വിത്ത് ABS ആണ് കൊടുത്തത്. വിത്ത് സിംഗിൾ പിസ്റ്റൺ കാലിപ്പറാണ് കൊടുത്തേക്കുന്നത്. കുറേ സാധനമുണ്ട്. പിന്നെ ടയേഴ്സിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഫ്രണ്ടിൽ 21 ഇഞ്ച് ടയേഴ്സാണ് കൊടുത്തേക്കുന്നത്. പക്ഷേ സൈസൊക്കെ 90 സെക്ഷൻ ടയേഴ്സാണ്. ചെറിയ ടയേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ഓഫ് റോഡിങ്ങിന് വേണ്ടിയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ കണ്ടോ കുട്ടി മഡ് ഗാർഡ് റേഡിയേറ്ററിലൊന്നും ചെളി തീർക്കാണ്ടിരിക്കാൻ വേണ്ടി ഒരു മഡ് ഗാർഡും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ. അതൊക്കെ ഉള്ള റിയർ ടയർ നോക്ക്. ബാക്കിൽ 140 സെക്ഷൻ ടയർസ്. അത് മിറ്റാസിൻ്റെ ടയറാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ആ ട്രെയിൽ റൈഡിങ് കുറച്ച് സ്ലഷി എൻവയൺമെൻറ്റ് ഓടിക്കാൻ പറ്റുന്ന ഒരു ടയറാണ് കൊടുത്തത്. അതിൻ്റെ ഗ്രൂസൊക്കെ ഉണ്ടില്ലേ, അത്രയും മാത്രം നമുക്ക് ഡേർട്ട് ഗ്രൈം ഈ വാട്ടറൊക്കെ പുഷ് ഔട്ട് ചെയ്യാനുള്ള ഗ്രൂസും കൊടുത്തിട്ടുണ്ട്. സെറ്റപ്പാണ്. ഇത് ഓഫ് റോഡുമായിട്ട് ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ആ റിയർ ടെയിൽ സെക്ഷൻ നോക്ക്. ഇതിൻ്റെ മെയിൻ ഫ്രെയിം അഡ്വഞ്ചർ 390 പോലെ സിമിലർ. പക്ഷേ ഇതിൻ്റെ സബ് ഫ്രെയിം ഓൾട്ടർ ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടി നാരോ ഒക്കെ ഉണ്ട്. അഡ്വഞ്ചർ 390 നമുക്ക് കുറേ പില്യൻ വെക്കണം. അതുപോലെ കുറേ ലഗേജൊക്കെ വെക്കാനില്ലേ. ഇതിൽ അങ്ങനത്തെ സെറ്റപ്പ് ഒന്നും അത്രമാത്രം വൈഡ് ആയിട്ടുള്ള സബ് ഫ്രെയിം അല്ല കൊടുത്തിരിക്കുന്നത്. അതാണ് ഈ സ്പ്ലിറ്റ് ഫ്രെയിമിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ്. മെയിൻ ഫ്രെയിം അഡ്വഞ്ചർ 390 പോലെ സിമിലർ ആക്കി കൊടുക്കാൻ പറ്റി. അപ്പോൾ കോസ്റ്റ് വർക്ക് ചെയ്യാൻ പറ്റും. രണ്ട് സബ് ഫ്രെയിം മാത്രം കണ്ട് ഇവിടുന്ന് ബോൾട്ട് ചെയ്യണ സബ് ഫ്രെയിമിന് മാത്രം കുറച്ച് ചേഞ്ചസ് ഉണ്ട്. ഡിഫറെൻറ്റ് മോട്ടോർ സൈക്കിൾസ് ആണ്. ഡിഫറെൻറ്റ് കാറ്റഗറി ഓഫ് മോട്ടോർ സൈക്കിൾസൊക്കെ കൊണ്ടുവരാൻ പറ്റും കേട്ടോ. ഒരു മോട്ടോർ സൈക്കിളും കൂടി വരുന്നുണ്ട്. ഇതേ എഞ്ചിൻ ഇതേ പ്ലാറ്റ്ഫോമിൽ സൂപ്പർ മോട്ടോ SMCയും കൂടി വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോ നമുക്ക് അടുത്ത മാസം ചെയ്യാം. പിന്നെ എൻ്റെ സീറ്റ്സ് ഉണ്ട്. സീറ്റ്സ് കുറച്ച് ഹാർഡർ സീറ്റ്സ് ആണ്. അത്രയും പാഡിങ് ഇല്ല, നാരോ ആണ്. ഇരിക്കുന്ന സമയത്ത് ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. പിന്നെ ഞാൻ പറയും എൻ്റെ ഗിയർ ലെവർ കണ്ടില്ലേ, അത് ആ ബെൻഡബിൾ ടൈപ്പ് ഓഫ് ഗിയർ ലെവർ. അവിടെ ക്രാഷ് ചെയ്താൽ പെട്ടെന്ന് ഒടിഞ്ഞു വേണ്ടിക്കാനുള്ള ഗിയർ ലെവറും സെറ്റപ്പൊക്കെ കൊടുത്ത് ബാക്കിൽ വന്ന സ്പ്രോക്കറ്റ് വന്ന ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇതിൽ കണ്ടില്ലേ. അഡ്വഞ്ചർ 390 46, ഇതിന് 48. ബെറ്റർ ആക്സലേഷന് ബെറ്റർ ലോ എൻഡിന് വേണ്ടിയാണ് ഇത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഹൈവേ നമ്മൾ ഓടിക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് ഓടിച്ചിട്ട് ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. വേറൊരു സാധനം കണ്ടില്ലേ, ഇതിൻ്റെ ചെയിൻ സ്ലൈഡറാണ്. നമ്മൾ ക്രാഷ് ചെയ്ത് നമ്മൾ കൈ പോയി ഇവിടെ തട്ടി പുറത്തോട്ട് വരാൻ വേണ്ടിയുള്ള സെറ്റപ്പിനുള്ള ചെയിൻ സ്ലൈഡർ കൊടുത്ത് അതൊരു ചെയിൻ ടെൻഷനും പോലെ ആക്ട് ചെയ്യുന്നു കേട്ടോ. ഒരു ചെറിയ ടെൻഷൻ കീപ്പ് ചെയ്യുന്നുണ്ട് ചെയിനിൽ. കൊള്ളാല്ലേ, ആ സെറ്റപ്പൊക്കെ കൊള്ളാം. പിന്നെ കുറേ മാറ്റങ്ങളുണ്ടോ വണ്ടിയിൽ. ഇതിന് TFT ഡിസ്പ്ലേ ഒക്കെ മാറ്റി, ആ 5 ഇഞ്ച് TFT ഡിസ്പ്ലേ ഒക്കെ മാറ്റി ഒരു കുട്ടി ഇതേ ഡിസ്പ്ലേ ആണ് കൊടുത്തത്. റെഡി ടു റേസ് വലിയ അക്ഷരത്തിലാണ് എഴുതി വന്നിരിക്കുന്ന സെറ്റപ്പ് കളർ. ഇപ്പോൾ അതേ സൈഡ് സ്റ്റാൻഡാ ഒരു ജോയ്സ്റ്റിക് സ്വിച്ച് ക്യൂബ്സിലൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, ഒരു ബട്ടൺ നീക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ABS സ്വിച്ച് ഓഫ്. അത് ഫ്രണ്ടിലത്തെ ബാക്കിലത്തെ ABS കംപ്ലീറ്റ്ലി ഓഫ് ആക്കാൻ പറ്റും കേട്ടോ. ഒന്ന് കാണിച്ചാൽ കണ്ട. ഇപ്പോൾ ഓഫ് റോഡ് മോഡിൽ ഡിഫോൾട്ടായിട്ട് റിയർ വീലത്തെ ABS ഓഫാണ്. അത് നമുക്കറിയാവുന്ന കാര്യം. പക്ഷേ നമ്മൾ ഈ ബട്ടൺ കണ്ട ഇത് നെക്കി പിടിച്ച് കഴിഞ്ഞാൽ ഒരു 2.5 സെക്കൻഡ് നെക്കിയിട്ട് വിട്ട് കഴിഞ്ഞാൽ ABS ഡീആക്ടിവേറ്റ് കംപ്ലീറ്റ്. ഫ്രണ്ടും ബാക്കിലത്തെ ABS ഓഫാണ്. അത് മാത്രമല്ല, നിങ്ങൾ വണ്ടി ഓഫാക്കിയിട്ട് തിരിച്ച് ഓണാക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ABS കംപ്ലീറ്റ്ലി കേട്ടോ ഡീആക്ടിവേറ്റഡ് ആണ്. എവിടെ നമ്മൾ നേരത്തെ സെറ്റപ്പ് ചെയ്ത് വെച്ചാൽ അതേ സെറ്റപ്പിൽ തന്നെ വണ്ടി നിൽക്കും. കൊള്ളാമല്ലേ. പിന്നെ ക്ലച്ച് ലെവറും ബ്രേക്ക് ലെവറും നോക്കുക. അഡ്ജസ്റ്റബിൾ ടൈപ്പാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ LED ഹെഡ്ലൈറ്റ് ഒന്നും അത്ര വെട്ടമില്ലാത്ത ഹെഡ്ലൈറ്റ് ഉണ്ടോ. ബേസിക്കിന് വേണ്ടി റോഡ് ലീഗലാക്കാൻ വേണ്ടി മാത്രം കൊടുത്തിരിക്കുക. പിന്നെ സൈഡിൽ കണ്ട ഒരു USB Type-C ചാർജറും കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല കണ്ട അഡ്ജസ്റ്റബിലിറ്റി പറഞ്ഞ ടോപ്പ് പ്ലേറ്റിൽ കണ്ട് നമുക്ക് പൊസിഷൻ മാറ്റാൻ പറ്റും. ഹാൻഡിൽ ബാർ ഫ്രണ്ടിലോട്ടോ ബാക്കിലോട്ടോ 3 സ്റ്റെപ്പ് ഓഫ് അഡ്ജസ്റ്റബിലിറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പൊസിഷൻ മാറ്റാൻ നമ്മുടെ റൈഡിങ് സ്റ്റൈൽ എങ്ങനെ, നമ്മുടെ എർഗണോമിക്സ് റിക്വയർമെൻറ്റ് എങ്ങനെ, അതനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അത് കൊള്ളാം. പിന്നെ ഈ ജോയ്സ്റ്റിക് കണ്ട, ഇത് വെച്ചാൽ ഫുള്ള് നമുക്ക് കൺട്രോൾ ചെയ്യുന്നു കേട്ടോ. പിന്നെ ഇതിൽ തന്നെ ഇൻബിൽഡ് ആയിട്ട് നാവിഗേഷൻ സെറ്റിങ്സ്, നമ്മൾ ഫോണായിട്ട് പേര് നാവിഗേഷൻ ഉണ്ട്, കോൾ സെറ്റിങ്സ് ഉണ്ട്. അങ്ങനെ കുറേ KTM കൊടുത്തിട്ടുണ്ട് കേട്ടോ. റൈഡ് മോഡ് കംഫർട്ട്, ഓഫ് റോഡ് മോഡിലുണ്ട്, സ്ട്രീറ്റ് മോഡ് വരുവാണെങ്കിൽ കണ്ടില്ലേ ട്രാക്ഷൻ കൺട്രോൾ, റോഡ് ABS മോഡാണ്, ക്വിക്ക് ഷിഫ്റ്റർ ഓണാണ്. ഇതിലും ഓഫ് റോഡ് മോഡിൽ ക്വിക്ക് ഷിഫ്റ്റർ ഓണാണ്, ABS ഓഫാണ്, ട്രാക്ഷൻ കൺട്രോൾ ഓഫാണ് കേട്ടോ. അങ്ങനെ കുറേ നമുക്ക് കൺഫിഗർ ചെയ്തെടുക്കാൻ പറ്റും. ബാക്ക് അടിച്ചിട്ട് കണ്ടില്ലേ ഓഫ് റോഡ് മോഡിൽ എന്തൊക്കെ സാധനം വേണം, ക്വിക്ക് ഷിഫ്റ്റർ വേണോ, ട്രാക്ഷൻ കൺട്രോൾ വേണോ, എല്ലാ സാധനം ഡിസ്പ്ലേ മോഡ് വരെ എങ്ങനെ മാറ്റുന്നുണ്ട്. സ്റ്റാൻഡേർഡ് ഉണ്ട്, റെഡ്യൂസ്ഡ് എനിക്ക് റെഡ്യൂസ്ഡാണ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. ആ ബേസിക്സ് ആണ്. ഇപ്പോൾ നോക്കിയോ കണ്ട, ആകെ കാണിക്കണം നമ്മുടെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്ററും കാണിക്കും, സ്പീഡോമീറ്ററും കാണിക്കട്ടെ. ആവശ്യമുള്ള സാധനം മാത്രമാണ് കാണിക്കുന്നത്. അതും കൊള്ളാം അല്ലേ. സോ ഇതിൻ്റെ എർഗണോമിക്സ് കൊണ്ട് ഞാൻ കാണിച്ചു കേട്ടോ. ഇരിക്കട്ടെ. ഇത് അഡ്വഞ്ചർ 390 S കാട്ടി സീറ്റായിട്ട് കൂടുതലാണ് കേട്ടോ. ഞാൻ 5'8",
കുഴപ്പമില്ല. ബെയർലിയാണ് ഞാൻ ഫ്ലാറ്റ് ഫുട്ട് ചെയ്യുന്നത് കേട്ടോ. കാല് കുറച്ച് കണ്ടില്ലേ, ഇത് നാരോ ആണെങ്കിൽ കുറച്ചൊന്ന് കയറി നോക്കട്ടെ. കറക്റ്റ് നടുക്ക് ആ ഏറ്റവും ലോവസ്റ്റ് പാർട്ട് ഓഫ് ദ സീറ്റ് ഇരുന്നാൽ എനിക്ക് 2 കാലും ഇതേ കണ്ട ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ കാല് ലോക്കൗട്ട് ഫുൾ എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുമ്പോൾ ഇങ്ങനെ പറ്റുന്ന കേട്ടോ. പിന്നെ വെയിറ്റ് അധികം ഫീൽ ചെയ്യുന്നില്ല. മോട്ടോർ 177 kgs, പക്ഷേ ആ വെയിറ്റ് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. അതൊക്കെ സെറ്റപ്പ് ആയിട്ട് ക്രാഷ് ഗാർഡും കൊള്ളാം കേട്ടോ. പ്രോപ്പർ ഡിസൈൻ ക്രാഷ് ഗാർഡൊക്കെയാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ചെറിയ വീഴ്ചയൊക്കെ വീണാൽ യാതൊരു സീനും ഇല്ല. നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ എർഗണോമിക്സ് നോക്ക്, കൊള്ളാല്ലേ. പൊസിഷൻ സീറ്റിൽ കുറേ അങ്ങോട്ട് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടൊക്കെ ഇറങ്ങാനുള്ള റൂം കൊടുത്തിട്ടുണ്ട്. കൊള്ളാം. തൊട്ടിരിക്കുന്ന അടിയിൽ തന്നെ ഫുഡ് പാക്സ് കൊടുത്തത്, ന്യൂട്രൽ പൊസിഷൻ ഫുഡ് പാക്കാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ എർഗണോമിക്സ് ഞാൻ ഫ്രണ്ടിലോട്ട് കുറച്ച് പൊടിക്ക് ലീൻ ചെയ്തിരിക്കുക. ഓവറായിട്ട് അപ്പറായിട്ട് നല്ല ചെറിയൊരു സ്പോർട്ടി പൊസിഷൻ പോലെ ഫ്രണ്ടിലാണ് കൊടുത്തിരിക്കുക. ഇത് നിന്ന് ഓടിക്കാനും നിന്ന് ഓടിക്കാൻ മാറാൻ ഡയറക്ഷനൊക്കെ മാറ്റാം, ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടൊക്കെ ഇറങ്ങാനുള്ള അടിപൊളി എർഗണോമിക്സാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ എക്സോസ്റ്റ് ആയിട്ട് വേണ്ടി ഞാൻ കേൾപ്പിച്ചില്ല. ABS ഡീആക്ടിവേറ്റഡ് ആണെന്ന് പറയും കേട്ടോ. അപ്പോൾ വൈബ്രേഷൻ വരുന്നുണ്ട്. 5000 RPM നമുക്ക് ആ ഫുഡ് പാക്കിലൊക്കെ വൈബ്രേഷൻ ഉണ്ട്. ആ പാഡിങ് ഒക്കെ നമ്മൾ റിമൂവ് ചെയ്ത് മാറ്റിയല്ലോ. കുറേ സാധനം വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ആ ക്രാഷ് ഗാർഡും അഗ്രഷൻ. ആ സിംഗിൾ സിലിണ്ടർ 400 cc ആണ്. ഹൈ കംപ്രഷൻ എഞ്ചിനാണ്, ലിക്വിഡ് കൂൾഡാണ്. അതിൻ്റെ അഗ്രഷൻ കണ്ടില്ലേ. കേൾക്കാനൊക്കെ കൊള്ളാമല്ലേ. മാത്രമല്ല ഇതിൻ്റെ പ്രൈസ് അറ്റ് ദ ടൈം ഓഫ് റെക്കോർഡിങ് പറഞ്ഞിട്ടില്ല. പക്ഷേ എൻ്റെ എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇത് അഡ്വഞ്ചർ 390Xനെ കാട്ടി കുറച്ചും കൂടി അഗ്രസീവ്ലി പ്രൈസ്ഡ് ആയിക്കോട്ടോ. ഇതിൻ്റെ കറക്റ്റ് പ്രൈസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുത്താൽ കയറി ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. സോ അതൊക്കെയാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി ബാക്കി നമുക്ക് അക്രമം കാണിക്കാം. മാരക വണ്ടിയാണ് കേട്ടോ. കണ്ടേ റോഡിൽ ഇത് ഓടിക്കുക, സെറ്റപ്പായിട്ട് ഓടിക്കുക. ഇതിൻ്റെ ഗിയറിങ് മാറിയില്ല. ബാക്കിലത്തെ ടീത്ത്, സ്പ്രോക്കറ്റിൻ്റെ ടീത്ത് 2 കൂട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അഡ്വഞ്ചറെ കാട്ടി അഗ്രസീവാണ്. കണ്ട് ഈ പൊട്ടിപ്പൊളിഞ്ഞ വഴിയിലൊക്കെ ഓടിക്കുക. എന്ത് പവറാന്ന് നോക്കി. എക്സ്പൾസിന് ഇരട്ടി പവറായി എങ്ങനെയിരിക്കും. അതാണ് മാരക പവറാണ്. ക്വിക്ക് ഷിഫ്റ്റർ ഉണ്ട്. ഫ്രണ്ടിലത്തെ റിയറത്തെ ABS നമുക്ക് ഓഫാക്കാം. ABS ഓഫാണ്. ഇതേ കണ്ടാ ഫുൾ ലോക്കായി. അത്ര ഓഫാക്കി സ്ലൈഡ് ചെയ്തിട്ടാ. മാരക വണ്ടി കണ്ട. റോഡ് അത്രയും മോശമോ. സസ്പെൻഷൻ എല്ലാം സോക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് സോഫ്റ്റ്വെയറിലാണ് റൺ ചെയ്യുന്ന. ഒരു സീനും ഇല്ല, ഒരു ടാസ്കും ഇല്ല. എല്ലാത്തിൻ്റെ ഇടയിൽ കൂടി ഇപ്പോൾ ഭയങ്കര നാരോ വണ്ടിയാണ്. അക്രമത്തിന് വേണ്ടിയുള്ള വണ്ടിയാണ് കേട്ടോ. പിന്നെ സ്ലിപ്പ് ആൻഡ് ക്ലച്ച് ഉണ്ട് കണ്ടോ. റിയർ വീൽ ചെറുതായിട്ട് ലോക്ക്, അപ്പം തന്നെ വിട്ടുപിടിച്ച ആ ഷോർട്ടർ ഗിയർ, വലിയ സ്പ്രോക്കറ്റാണ് റിയറിൽ ലോക്കൊക്കെ ആവും. പക്ഷെ എന്ത് രസം ഓടിച്ചെടുക്കാൻ. സസ്പെൻഷൻ നോക്കി ഇരുന്നിട്ട് പോയാൽ അടിപൊളി. ഇത് അക്രമത്തിന് വേണ്ടിയുള്ള വണ്ടിയാണ് കേട്ടോ. കണ്ട കുഴി, ഇവിടെ വണ്ടിയൊന്നും പോയില്ല, പക്ഷെ നമുക്ക് പോവാം. കാണുന്നത് ഇത് എൻഡ്യൂറോ, ഇത് അക്രമത്തിനുള്ള വണ്ടിയാണ്. നോക്ക്. ഓ ഇത് ABS ഓഫാട്ടോ. അധികമൊക്കെ ഞാൻ പിടിച്ച റിയൽ ലോക്കായിട്ട് നേരെ പോയിടിക്കും. എന്ത് അക്രമോ. നിന്ന് പോകണണ്ട. ഓ എന്ത് ലൈറ്റ് ഫീലിങ്ങാ. വെയിറ്റും കുറവ്. അഡ്വഞ്ചർ കാട്ടി ലൈറ്റർ വെയിറ്റ്. ഹമ്പൊക്കെ ചുമ്മാ ചാടിയാ പോകുന്ന. കുഴിയുണ്ട്. നേരെ നോക്കി ത്രോട്ടിൽ നേരെ ഞാൻ നോക്കുക, എല്ലാം സോക്ക് ചെയ്തെടുക്കുക. ആരൊക്കെ വണ്ടി കേട്ടോ. ഭയങ്കര ഈസായിട്ട് ഓടിക്കുക. റോഡിലും അക്രമമാണ്. കണ്ട പൊട്ടിപ്പൊളിഞ്ഞ റോഡാണ്. നമ്മുടെ കേരളത്തെ റോഡ് പോലത്തെ റോഡാണ് ഇവിടെ പൂനെയുള്ള. 0 to 100 under 6 seconds ആണ്. ഓ സ്ലിപ്പ് ആൻഡ് അസിക്കച്ച് ലൈക്ക് ക്ലച്ച് ലെവറാണ്. അക്രമത്തിന് പറ്റിയ വണ്ടിയാണ് കേട്ടോ. ഓ റിയറൊക്കെ സ്ലൈഡ് ചെയ്ത് പോ. ഓ എൻ്റെ അമ്മേ, പറന്നാണ് പോകണം. ഫ്രണ്ടൊക്കെ ലിഫ്റ്റ് ചെയ്ത് ചരിഞ്ഞാൽ പോണം. ടൂ മച്ച് അക്രമം. എന്താ നോക്കണേ വണ്ടി, സീൻ വണ്ടി. റിയർ ലോക്കായി. ABS ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ലോക്കാകുമ്പോൾ തന്നെ നമുക്ക് കാല് പൊക്കണം. അതാണ് പഠിക്കാൻ, സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ, സ്കെയിലപ്പ് ചെയ്യാൻ പറ്റിയൊരു വണ്ടിയാണ്. നിങ്ങൾ എക്സ്പൾസൊക്കെ ഓടിക്കുന്ന, അതിൽ നിന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ, കുറച്ച് സ്കില്ലൊക്കെ ഇമ്പ്രൂവ് ചെയ്യാണ്ടെങ്കിൽ
ഇത് അടിപൊളി വണ്ടിയാണ്, എല്ലാവരും നോക്കും. ഇവിടെ ഫുള്ളി കീഴടപ്പല്ല. ഇതൊരു വില്ലേജ്, ഒരു റൂറൽ ഏരിയയിലാണ് KTM എനിക്ക് ഈ വണ്ടി കണ്ട് പോയി അക്രമം കാണിക്കാൻ പറഞ്ഞു. മലയെ കുന്ന എന്തെങ്കിലും പോയി കയറിക്കോ, ഒരു സീനും ഇല്ല. ടയേഴ്സ് അടിപൊളി കേട്ടോ. റോഡാണെങ്കിൽ ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ അത്ര ലീൻ ചെയ്ത് കോണറൊന്നും എടുക്കാനല്ല, പക്ഷേ ഇങ്ങനത്തെ പൊട്ടിപ്പൊളിഞ്ഞ വഴിയിലൊക്കെ ഓടിക്കാൻ സെറ്റപ്പാണ്. പിന്നെ അതിന് ലോ RPM അസിസ്റ്റൻ്റ് കേട്ടോ. ആ ക്രോൾ ഫീച്ചർ, അഡ്വഞ്ചർ 390 ക്രോൾ ഫീച്ചർ ഇല്ലേ, ഒരു ലോ RPM അസിസ്റ്റ് ആദ്യത്തെ കുറച്ച് ഗിയേഴ്സിലൊക്കെ ഇട്ടാ. ഇടയിൽ കൂടി ഇപ്പോൾ മണ്ണ് ഒരു പ്രശ്നവുമില്ല. അക്രമത്തിലുള്ള വണ്ടിയാണ് മക്കളെ. പൊട്ടിപ്പൊളിഞ്ഞ റോഡ്, സീനില്ല, ഫുൾ ത്രോട്ടിൽ. ഇതേ ക്ലച്ച് പിടിക്കേണ്ട അപ്ഷൻ 6 ഇടാ, ഡൗൺ ഷോട്ട്. നാരകം ഹമ്പൊക്കെ ചാടിപ്പോണോ. സീറ്റ് പാഡിങ് അഡ്വഞ്ചർ 390 കുറവാണ്ട. അപ്പോൾ ഇത് കംഫർട്ടബിൾ ആയിട്ടുള്ള വണ്ടിയൊന്നുമല്ല, പക്ഷേ അക്രമം കാണിക്കുമ്പോൾ നമുക്ക് എന്ത് കംഫർട്ട്. ബാക്കിലോട്ടും ഫ്രണ്ടിലോട്ട് കാരണം മാറി വെയിറ്റ് ഷിഫ്റ്റ് ചെയ്യാനും ഇറങ്ങി നിൽക്കാനൊക്കെ അടിപൊളിയാണ്. വൈബ്രേഷൻ ഉണ്ട്, പക്ഷേ ഇത്രയും ഫൺ തരുമ്പോൾ നമ്മളൊന്നും ചിന്തിക്കില്ല. ഗ്ലൗസും ബൂട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത്രയും നമുക്ക് നോട്ടീസബിൾ അല്ല. കുഴിയാ, സീനൊന്നുമില്ല. ഞാൻ കുഴി കൂടി പോയിക്കോളാം, ഒരു ടാസ്ക് ഇല്ലെന്നാ വണ്ടി പറയണം. എന്ത് വണ്ടിയാ, പവർ, ടൂ മച്ച് പവർ. വണ്ടി ടൂ ഗുഡാണ്ടോ, അടിപൊളി. എല്ലാവർക്കും പറ്റിയ വണ്ടിയല്ല കേട്ടോ, പക്ഷെ അക്രമം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ അമ്മേ നിങ്ങൾക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. എനിക്കിത് ഭയങ്കര ഇഷ്ടം. ഇങ്ങനത്തെ പ്രാന്ത് വണ്ടിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചാടിക്കാൻ, മല ചാടിക്കാൻ, കൊക്ക ചാടിക്കാനൊക്കെ എന്താ നോക്കണേ. സോ നമ്മൾ എക്സ്റ്റെൻസീവ്ലി ടെസ്റ്റ് ചെയ്തൊരു മോട്ടോർ ട്രെയിൽസ് ഓടിച്ച്, ഒബ്സ്റ്റക്കൽ കോഴ്സ് ഓടിച്ച്, അതേപോലെ കുറേ ഇവിടെയൊക്കെ മൊത്തം അക്രമം പോയതുട്ടോ. മൊത്തം ചെളിയിലും മണ്ണിലൊക്കെ പോയി വാട്ടർ ക്രോസിങ് ഒക്കെ ചെയ്ത് ഞാൻ എൻ്റെ സൈഡ് സ്റ്റാൻഡ് ആ സ്പ്രിങ് വരെ ഓടിച്ച് കുറേ അക്രമം കാണിച്ച വണ്ടിയായിട്ട് ശരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മോട്ടോർ സൈക്കിളാണ്. സോ ഇതിലാകെ എനിക്കുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് പ്രോപ്പർ എൻഡ്യൂറോ അല്ല. ഈ എൻഡ്യൂറോ മോട്ടോർ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഒബ്സ്റ്റക്കൽ കോഴ്സിലാണെങ്കിൽ കുറച്ചുകൂടി ലൈറ്റർ വെയിറ്റ് ആയിക്കണം. ഇപ്പോൾ KTMയുടെ മറ്റേ എൻഡ്യൂറോ മോട്ടോർ സൈക്കിൾസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിനെന്താ കുറച്ചുകൂടി ലൈറ്റർ ഫ്രെയിമൊക്കെ കൊടുത്തേക്കുക. ആ ഡബിൾ ക്രേഡ് ഫ്രെയിമൊക്കെ കുറച്ചുകൂടി ലൈറ്റർ എഞ്ചിനാണ് കൊടുത്തത്. മച്ച് മോർ ലോങ്ങർ ട്രാവൽ സസ്പെൻഷൻ, 250+ mm ഓഫ് ട്രാവലുള്ള സസ്പെൻഷൻസ് ഒക്കെ കൊടുത്തേക്കുക. അതാണ് പ്രോപ്പർ എൻഡ്യൂറോ മോട്ടോർ സൈക്കിൾ. ഇതിൻ്റെ പേര് എൻഡ്യൂറോ ആണ്. ഇത് മച്ച് മോർ ഓഫ് എ ഡുവൽ സ്പോർട്ട് മോട്ടോർ സൈക്കിൾ. റോഡിലും ഓഫ് റോഡിലും നിങ്ങൾക്ക് അക്രമം കാണിക്കാൻ പറ്റുന്ന ഒരു മോട്ടോർ സൈക്കിളാണ്. ഒരു 60% ഓഫ് റോഡ്, 40% റോഡ് കേബിലിറ്റി ഉള്ള അങ്ങനത്തെ ടയേഴ്സും സെറ്റപ്പാണ് കൊടുത്തത്. ഇത് അഡ്വഞ്ചർ 390S കാട്ടി ആകെ 5 kgs എന്തോ ലൈറ്ററുള്ളൂ കേട്ടോ. 177 kgs വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഭയങ്കരമായിട്ട് ടെക്നിക്കൽ സെഷനൊക്കെ ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് ആ വെയിറ്റ് ചെറുതായിട്ടൊന്ന് ഫീൽ ചെയ്യാൻ പറ്റും. ഈ ടയേഴ്സ് ആണെങ്കിൽ കൂടുതൽ ഓഫ് റോഡ് ഓറിയൻറ്റഡ്. നിങ്ങൾക്ക് അങ്ങനെ കമ്മ്യൂട്ടിങ് ഓൺ ദ സിറ്റി, അങ്ങനെ ടൂറിംഗ് ഒന്നും ചെയ്യാൻ പറ്റുന്ന മോട്ടോർ സൈക്കിളാണ്. 9 ലിറ്റർ ടാങ്കേ ഉള്ളൂ. ഇത് ഭയങ്കര പേർപ്പസ് ബിൽഡ് മോട്ടോർ സൈക്കിളാണ്. നിങ്ങൾക്ക് ഓഫ് റോഡിങ് പേർപ്പസ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഓൾറെഡി ഒരു എക്സ്പൾസ് ഉണ്ട്, അതൊക്കെ ഓടിച്ച് കഴിഞ്ഞാൽ കുറച്ചൊക്കെ എക്സ്പീരിയൻസ് ആയ ഒരു ബിഗിനർ അല്ല, കുറച്ചൊക്കെ ഇൻ്റർമീഡിയറ്റ് റൈഡ്, കുറച്ചും കൂടി സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇത് സെറ്റപ്പ് മോട്ടോർ സൈക്കിളാണ്. നിങ്ങൾക്ക് ചുമ്മാ റിയർ സ്ലൈഡ് ചെയ്ത് അക്രമ ഫണ്ണാണ്. അതാണ് ഓഫ് റോഡ് കൊണ്ടുപോയി നിങ്ങൾക്ക് ട്രെയിൽസൊക്കെ ഓടിക്കുക, ഉറുമ്പിക്കരയൊക്കെ പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ, അങ്ങനെ 4 മല കയറുക, അങ്ങനത്തെ കുറേ പ്ലാൻ ഓഫ് റോഡിങ് ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു മോട്ടോർ സൈക്കിൾ കുറച്ച് റോഡിലൊക്കെ ഓടിച്ചിട്ടും പോയി ഓഫ് റോഡ് ചെയ്യാൻ. അതാണ് ഡെസ്റ്റിനേഷൻ പോകാനല്ല, നിങ്ങൾ പോകേണ്ട ഒരു ഡെസ്റ്റിനേഷൻ ഓഫ് റോഡ് പോയി പ്രാക്ടീസ് ചെയ്യാൻ, ടു ബിക്കം എ ബെറ്റർ റൈഡർ, അങ്ങനെ ഫോർ എക്സ്ട്രീം ഫൺ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വണ്ടിയാണ്. ഇപ്പോൾ അഡ്വഞ്ചർ 390S വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത് മച്ച് മോർ ടൂറിംഗ് ഫ്രണ്ട്ലിയാണ്. നിങ്ങൾക്ക് ടൂറിങ്ങും ചെയ്യാൻ പറ്റും, അതുപോലെ സിറ്റി യൂസും ചെയ്യാൻ പറ്റും, എല്ലാം കൂടി ചെയ്യാൻ കുറച്ചൊരു ബിഗർ ടാങ്കൊക്കെ കൊടുത്തിരിക്കുന്നത്. ഈവൻ വിത്ത് പില്ലിയൻ ഇരുത്തിക്കൊണ്ട് കുറേ ലഗേജൊക്കെ വെച്ചുകൊണ്ട് പോകാൻ പറ്റും. ഇതിൻ്റെ സബ് ഫ്രെയിം എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ഷോർട്ടർ സബ് ഫ്രെയിം, അത്രമാത്രം ലഗേജ് ഒന്നും വെക്കാൻ പറ്റില്ല. അതുമാത്രം പില്ലിയൻ ഫ്രീല്ല. സീറ്റ് കുറച്ചും കൂടി തിന്നർ സീറ്റ്സ്, അത്രമാത്രം കംഫർട്ടബിൾ സീറ്റ്സ് ഒന്നുമല്ല. ഇതെടുത്ത് പാഡ് ചെയ്താൽ കുറച്ച് കംഫർട്ടബിൾ, പക്ഷേ ഇതിൻ്റെ പേർപ്പസ് എന്ന് പറഞ്ഞാൽ മൂവ് അബൌട്ട് ചെയ്യാൻ വേണ്ടിയാണ്. ആ ഓഫ് റോഡ് പൊസിഷനില്ലേ, അക്രമം കാണിക്കാൻ വേണ്ടി, എൻഡ്യൂറോ സ്റ്റൈൽ കാണിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഓഫ് റോഡ് ട്രെയിൽ റൈഡിങ് ഒക്കെ ചെയ്യാൻ പറ്റുക ഒരു അക്രമ വണ്ടിയായിട്ട്. ഇതിന് വൈബ്രേഷൻ സിറ്റിയിൽ ഇത് ഞാൻ റോഡിൽ ഓടിച്ച റോഡ് കേബിളിൻ്റെ റോഡിൽ ഓടിക്കാൻ പറ്റും, പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ വൈബ്രേഷൻസ് ഉണ്ട് കേട്ടോ. ഫുഡ് പെഗിലാണ് വൈബ്രേഷൻ, ടാങ്കിലാണ് വൈബ്രേഷൻ. മാത്രമല്ല ഈ പോർഷനെ കുറച്ച് ഓടിക്കാൻ തന്നെ ഭയങ്കര ഫീഡ് ആവും. ഇതിൻ്റെ പാനൽസ് ഒക്കെ 390 അഡ്വഞ്ചർ S പോലെ ഇത് ഓൾറെഡി ആ PP പാനൽസ് അഡ്വഞ്ചർ 390S അതേ സിമിലർ ആയിട്ടുള്ള പാനൽസാണ് കൊടുത്തത്. ഇവിടെ കട്ടായാലും ഇതിൻ്റെ അകത്ത് ഓറഞ്ച് കളറായിരിക്കും. അപ്പോൾ അത്രമാത്രം പ്രശ്നം തോന്നില്ല. കുറച്ചും കൂടി ഡ്യൂറബിൾ ആയിട്ടുള്ള പാനൽസൊക്കെ കൊടുത്ത്, പക്ഷേ പെട്ടെന്ന് കളർ ഫെയ്ഡ് സംഭവിക്കും. ഈ വൈറ്റ് പോർഷനൊക്കെ ഓടിക്കാൻ തന്നെ പെട്ടെന്ന് കുറച്ച് ചെളിയൊക്കെ പിടിച്ച് പെട്ടെന്ന് ആ യെല്ലോ ഷെയ്ഡ് ബ്രൗൺ ഷെയ്ഡിലോട്ട് മാറുന്നുണ്ട് കേട്ടോ. അതല്ലാണ്ട് നിങ്ങൾ പ്രോപ്പർ ഓഫ് റോഡ് ട്രെയിൽ മോട്ടോർ സൈക്കിൾ നോക്കുകയാണെന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര കേപ്പബിളാണ്. ഇത് അത്രമാത്രം ബിഗിനർ ഫ്രണ്ട്ലി മോട്ടോർ സൈക്കിൾ എന്ന് പറയുന്നില്ല. ബിഗിനർ ഫ്രണ്ട്ലി ആണെങ്കിൽ നിങ്ങൾക്ക് എക്സ്പൾസ് 210 അല്ലെങ്കിൽ എക്സ്പൾസ് 200 ഓഫ് റോഡിങ് ഒക്കെ പഠിക്കാനാണെങ്കിൽ ചെയ്യാനാണെങ്കിൽ അത് മച്ച് മോർ ഈസിയാണ്, മച്ച് മോർ ബിഗിനർ ഫ്രണ്ട്ലിയാണ്. ഇതിന് ആ പവർ ഉണ്ട്, ഓൾമോസ്റ്റ് ഡബിൾ ദ പവറാണ് വരുന്നത് കേട്ടോ. ഈ എക്സ്പ്രസ് കാർഡ് 7 kgs കൂടുതൽ, പക്ഷേ ഡബിൾ ദ പവറുള്ള വണ്ടിയാണ്. ഇത് ശരിക്കും ദാറ്റ് മച്ച് ഫണ്ടാണ്. കൈ കൊടുക്കുമ്പോൾ തന്നെ റിയർ സ്ലൈഡ് ഓഫ് ചെയ്യുവാണ്. അത്രയും നമ്മൾ യു ഷുഡ് ബി റെസ്പോൺസിബിൾ വിത്ത് ദ ത്രോട്ടിൽ. ഓഫ് റോഡൊക്കെ പോകുമ്പോൾ ശ്രദ്ധിച്ച് വേണം ഓടിക്കാൻ. കുറച്ച് അത്രയും കേപ്പബിലിറ്റി ഉള്ള മോട്ടോർ. അഡ്വഞ്ചർ 390 ബെറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് കൊടുത്തത്.
സീറ്റ് ഹൈറ്റും കൂടിയുണ്ട്, പക്ഷേ ബെറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസും കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ഒരു മച്ച് മോർ ഓഫ് റോഡിങ് കേബിലിറ്റി തന്നെ അഡ്വഞ്ചർ 390. പക്ഷേ അഡ്വഞ്ചർ 390S കുറച്ചും കൂടി ബെറ്റർ റോഡ് കേബിലിറ്റി, ടൂറിങ്ങും ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ടൂറിങ് അങ്ങനത്തെ പേർപ്പസ് ഇല്ല, ജസ്റ്റ് ഓഫ് റോഡ് അക്രമം കാണിക്കാനാണ് ദ എൻഡ്യൂറോ 390 ഇസ് എ മച്ച് ബെറ്റർ മോട്ടർ. ആ കുറച്ചും കൂടി ലൈറ്റർ ഫീലിംഗ് ആ കിട്ടുന്ന, പിന്നെ കംസ് വിത്ത് ഓൾറെഡി കേപ്പബിൾ ടയേഴ്സാണ്. റോഡിൽ ഓടിക്കാം, പക്ഷേ കൂടുതൽ ഓഫ് റോഡ് ഓറിയൻറ്റഡ് ടയേഴ്സാണ് കൊടുത്തത്. ഫ്രണ്ട് 90 സെക്ഷൻ ടയേഴ്സ്. അപ്പോൾ ഓഫ് റോഡ് ആ ഡേർട്ടിലൊക്കെ വെച്ച് ടയർസ് ചേഞ്ച് ചെയ്യാനാണെങ്കിൽ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. അക്രമം കാണിക്കാൻ പറ്റിയൊരു മോട്ടോർ സൈക്കിളാണ്. അതൊക്കെയാണ് കാര്യങ്ങൾ. ഫ്യൂൽ എക്കോണമി എന്ന് പറഞ്ഞാൽ 25 ആണ് മര്യാദ ഓടിച്ചാൽ. നമ്മൾ ഈ ഓഫ് റോഡൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഇതിൽ കാണിച്ചതിന് 18 km/ലിറ്റർ ആണ് കേട്ടോ. അത്രമാത്രം ഫ്യൂൽ എക്കോണമി. പിന്നെ ഹീറ്റിങ്ങിൻ്റെ കാര്യം പറയുന്നത് ഇതൊരു ബിഗ് സിംഗിൾ സിലിണ്ടർ ആണ് കേട്ടോ. ആ 399cc ഹൈ കംപ്രഷൻ എഞ്ചിനാണ് കൊടുത്തത്. അതിനുള്ള ഹീറ്റിംഗ് ആ കാല് നമ്മുടെ ആംഗിൾസിലൊക്കെ ചൂടടിക്കണം. ആ റേഡിയേറ്ററൊക്കെ ഓണാകുമ്പോൾ കാലിൽ കുറച്ച് കാറ്റും ചൂടൊക്കെ അടിക്കുന്നു. പക്ഷേ അത് അത്രമാത്രം പെർഫോമൻസ് ഓറിയൻറ്റഡ് സിംഗിൾ സിലിണ്ടർ, അത് ഒബ്വിയസ്ലി ഹീറ്റിംഗ് ഉണ്ടാവും. പിന്നെ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു പ്രോപ്പർ എൻഡ്യൂറോ ടൈപ്പ് ഓഫ് റൈഡിംഗ് എന്ന് പറഞ്ഞാൽ ഒബ്സ്റ്റിക്കൽ റൈഡിങ്, ഒരു ഫിറ്റ്നസ് ഓഫ് എൻഡ്യൂറോ, ഒരു ലൈറ്റ് വെയിറ്റ് അല്ലെങ്കിൽ ഒരു ലൈറ്റ് വെയിറ്റ് മോട്ടോർ സൈക്കിളൊക്കെ വിത്ത് ലോങ് ട്രാവൽ സസ്പെൻഷൻ, അത്തരം സെറ്റപ്പ് അല്ല. ഇത് മോർ ഓഫ് എ ഡുവൽ സ്പോർട്ടാണ്. നിങ്ങൾക്ക് റോഡിലും അതുപോലെ ഓഫ് റോഡും ചെയ്യാൻ പറ്റുന്ന മോട്ടോർ സൈക്കിളാണ്. മെയിൻലി ഫോർ ഓഫ് റോഡ്. പക്ഷേ നിങ്ങൾക്ക് ഓടിച്ചുകൊണ്ടും പോയിട്ട് ഉറുമ്പിക്കരയൊക്കെ പോയി ഓഫ് റോഡിൽ തിരിച്ച് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റും. ഇത് അധികം എടുത്ത് പണിയേണ്ട മോട്ടോർ സൈക്കിളൊന്നുമല്ല. ഇത് ഓൾറെഡി ആസ് ഇറ്റ് ഈസ് ഫ്രം ദ കമ്പനി തന്നെ സെറ്റപ്പിൽ അവർ പണിതിറക്കിയിരിക്കുന്നു കേട്ടോ. അത്രമാത്രം ചേഞ്ചസ് ഒന്നും ചെയ്യണം. പ്രോബ്ലി നിങ്ങളുടെ പേർപ്പസ് മാറ്റുവാൻ ടയേഴ്സ് മാത്രം ഒന്ന് മാറ്റുക. അതല്ലാണ്ട് ഇറ്റ്സ് റെഡി ടു ഓഫ് റോഡാണ്. അത്ര അക്രമമായിട്ടുള്ള വണ്ടിയാണ് ഇറക്കിയത്. ഈ മോട്ടോർ സൈക്കിൾ എല്ലാവർക്കും പറ്റിയൊരു മോട്ടോർ സൈക്കിൾ, അത് ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി. ഇതൊരു പെർട്ടിക്കുലർ നീഷ് ആൾക്കാർക്ക് വേണ്ടിയുള്ള കാര്യം. ഓഫ് റോഡിങ് മാത്രം ചെയ്യാം. വീക്കെൻഡ്സ് ഒക്കെ കൊണ്ടിട്ട് ഈ മോട്ടോർ ജസ്റ്റ് ഫോർ ഓഫ് റോഡിങ്. റോഡിലൂടെ ഓടിച്ചൊരു ഷോർട്ട് ഡിസ്റ്റൻസ് പോയിട്ട് ഒരു ട്രെയിൽസിലോട്ടോ ഓഫ് റോഡ് ലൊക്കേഷനിൽ പോയി പ്രാക്ടീസ് ചെയ്യാൻ ടു ബിക്കം ബെറ്റർ. അങ്ങനത്തെ ഒരു പേർപ്പസ് ഉള്ളവർക്കുള്ള മോട്ടോർ സൈക്കിൾ. സിറ്റിയിൽ ഓടിക്കാൻ പറ്റും, ടൂർ ചെയ്യാൻ പറ്റും. ആ 9 ലിറ്റർ ടാങ്കേ ഉള്ളൂ. ഇതൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ഐ തിങ്ക് ദ അഡ്വഞ്ചർ 390S അല്ലെങ്കിൽ എക്സിലേക്ക് അല്ലെങ്കിൽ ഈവൻ ദ അഡ്വഞ്ചർ 250 എക്സ്പൾസിലേക്ക് മച്ച് മോർ ബെറ്റർ ഫോർ ടൂറിങ് പേർപ്പസ് ഉണ്ടെങ്കിൽ ആ വണ്ടികളെ മച്ച് ബെറ്റർ. നിങ്ങൾക്ക് ഓഫ് റോഡ് മാത്രമേ ഉള്ളെങ്കിൽ കുറച്ച് ഡിസ്റ്റൻസ് ഓടിച്ച് ഓഫ് റോഡ് ചെയ്യാൻ മാത്രമേ പ്ലാൻ ഉള്ളൂ. ദിസ് ഇസ് എ ബെറ്റർ മോട്ടോർ സൈക്കിൾ. ദർ ഇസ് നത്തിങ് ഇൻ ദ മാർക്കറ്റ്. KLX 230 ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇറ്റ്സ് മച്ച് മോർ പവർഫുൾ കേട്ടോ. ആ KLX 230 സസ്പെൻഷൻ ഒക്കെ നല്ല ലെവലാണ്. മച്ച് മോർ ഈസിയർ ടു റൈഡ്. അത്രമാത്രം ഓവർവെൽമിംഗ് ആയിട്ടുള്ള പവർ ഇല്ല. ബിഗിനർ ഫ്രണ്ട്ലി, അതൊക്കെ നല്ല സെറ്റപ്പാണ്. പക്ഷേ ഇത് ഓടിച്ച് കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ അത്രയും മാത്രം ഓൺ ടാപ്പ് പവർ. ഞാൻ എക്സ്പെഷ്യലി ആ KLX 230 ഓടിച്ചിട്ടാണ് ഇത് വന്ന് ഓടിക്കുന്നത്. അപ്പോഴെനിക്ക് മനസ്സിലായി ഇത്രമാത്രം പവർ ഡിഫറൻസ്. ഈ ചെറിയ വളവിലൊക്കെ ലീനിൽ നമ്മൾ റോഡിൽ കൊടുക്കുമ്പോൾ റിയൽ സ്ലൈഡിങ് ചെയ്ത് കറങ്ങിയാണ് വരുന്നത്. അത്രയും പവർ, ഡിഫറെൻറ്റ് ന്യൂ എക്സ്പീരിയൻസ്. ഞാൻ ഫസ്റ്റ് ഫ്രം 150cc ടു 300cc പോയപ്പോൾ എനിക്ക് കിട്ടിയ ആ പവർ, ഓൺ ടാപ്പ് കിട്ടിയ പവറിൻ്റെ അഡ്വാൻറ്റേജ്, ആ ഒരു ഓർമ്മയാണ് ഈ വണ്ടി ഓൺ ഡേർട്ട് ഓടിക്കുമ്പോൾ. ഇപ്പോൾ ഞാൻ പറയാം, ഐ എം നോട്ട് എ പ്രോപ്പർ ഡേർട്ട് റൈഡർ. എനിക്ക് അത്രമാത്രം എക്സ്പീരിയൻസ് ഓൺ ഡേർട്ട് ഇല്ല. അത്ര അക്രമമൊന്നും ഞാൻ കുറേ കാണിക്കാറുണ്ട് ഡേർട്ടിലേക്ക്, കുറച്ചൊക്കെ കൺട്രോൾ ചെയ്താൽ കാണിക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കാൻ ഇറ്റ്സ് നോട്ട് എ ബിഗിനർ ഫ്രണ്ട്ലി മോട്ടോർ സൈക്കിൾ. കുറച്ചൊക്കെ കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പഠിക്കാനാണെങ്കിൽ ടു ബിക്കം ബെറ്റർ ആകാൻ പറ്റിയൊരു മോട്ടോർ സൈക്കിളാണ്. Hope that makes sense. So, ഇനി ഏത് മോട്ടോർ സൈക്കിൾ നമ്മൾ റിവ്യൂ ചെയ്യണം? ഡു ലെറ്റ് മീ നോ ഇൻ ദ കമന്റ് സെക്ഷൻ ഡൗൺ ബിലോ. ആൻഡ് ഈ മോട്ടോർ സൈക്കിളായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡു കമന്റ് ഡൗൺ ബിലോ. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം. ഹൈ ഫൈ മച്ചാ.